ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുംഭമേളയെ സംബന്ധിച്ച വാർത്ത ചെയ്തപ്പോൾ ഒരുപാട് ഹിന്ദു സ്ത്രീകളുടെ കുരുക്കൾ പൊട്ടി. മുസ്ലിങ്ങളുടെ കുരുക്കൾ എന്താണെങ്കിലും പൊട്ടും, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ കുറെ യൂട്യൂബർമാർ എനിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നെന്ന് പലരും പറയുന്നത് കേട്ടു. കാരണം മുസ്ലിം പ്രീണന നയം ചിലരുടെ ഒരു നയമാണ്. അപ്പോ അവർക്ക് എന്തും പറ്റും. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് പറ്റും. ആദ്യം ഒന്ന് പറയുക, രണ്ടാമത് അത് മാറ്റി പറയുക, വീണ്ടും അത് പറഞ്ഞത് തന്നെ തിരുത്തി പറയുക, അതിനൊക്കെ പറ്റുന്നവർക്ക് പറ്റും. മഹാകുംഭമേളയെ സംബന്ധിച്ച് വാർത്ത ഒരു യുക്തിവാദിയായിട്ടുള്ള ഞാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവിടെ സ്വതന്ത്ര ഭാരതമാണ് എന്ന് മറന്നിട്ട് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ഉത്സവങ്ങൾ അത് മാത്രം നടത്തിയാൽ മതി. കാരണം ഇനി എങ്ങാനും നിങ്ങൾ കുംഭമേള നടത്തിയാൽ ഒരുപാട് മുസ്ലിങ്ങൾ മതം വിടും എന്ന് പറഞ്ഞ് ജമാഅത്തിന്റെ ഇമാമായിട്ടുള്ള ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി രംഗത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ ഒരു രൂപത്തിലും എനിക്ക് ഈ വാർത്തയെ സംബന്ധിച്ച് സംസാരിക്കേണ്ടുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. ഇത്തരം ചില സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ് പറയേണ്ടി വന്നത്. കാരണം അദ്ദേഹം അതിന് പറഞ്ഞ കാരണങ്ങളാണ് ഏറെ രസകരം. ഇപ്പോ ഒരാള് ഇസ്ലാം മതം വിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുംഭമേള ഇല്ലെങ്കിൽ അവരെന്താ മതം വിടില്ലേ? ഈ മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത്. ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ അവരത് ചെയ്യും, അത്രേ ഉള്ളൂ. അതിന് അത്ര മുഖവിലയെ കൊടുക്കേണ്ടതുള്ളൂ. അതല്ലാതെ നിങ്ങൾ അടച്ച് പൊതിഞ്ഞില്ല വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒതുക്കി വെക്കുന്നതിനോട് യോജിപ്പില്ല നമുക്ക്. അവർക്ക് ആ മതത്തിൽ വിശ്വാസമില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ അവർ ജീവിച്ചോട്ടെ. ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമല്ലേ? ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം വളരുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് ചില ആളുകൾ. എന്താ, വേറെ ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കാൻ അവിടെ സ്വാതന്ത്ര്യമുണ്ടോ? മതം വിടാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അത്തരം രാജ്യങ്ങളിൽ? ശരി, പോട്ടെ, മതത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അത്തരം രാജ്യങ്ങളിൽ? ഇല്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മതരഹിതരായിട്ടുള്ള ആളുകൾ ഉള്ള കൺട്രി ഏതാ? ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. എന്താ കാരണം? അവിടെയുള്ള ഈ മതമൗലികവാദികളാകുന്ന തീവ്രവാദികൾ ഇവരുടെ ഈ കാടൻ നിയമങ്ങളുണ്ടല്ലോ, അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആ മതത്തെ വെറുക്കുക. മണൽത്തരി പോലെയാണ് ഇത് എല്ലാ ആശയങ്ങളും. അത് എത്ര കണ്ട് മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നോ അത്ര കണ്ടത് ഉതിർന്നു പോകുകയേ ഉള്ളൂ. നമുക്കത് പിടിക്കാൻ പറ്റില്ല. ഒരാള് എത്ര ക്ഷമിക്കുമെന്ന് നോക്കി, ക്ഷമയുടെ നെല്ലിപ്പടി കാണുവോളം അവരെ ഉപദ്രവിക്കാൻ പിന്നാലെ കൂടിയാൽ, അവരൊന്ന് തിരിഞ്ഞു നിന്നാലുണ്ടല്ലോ വൻ നഷ്ടങ്ങൾ ഉണ്ടാവും. അതാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ സ്ത്രീകൾ കാണിച്ചു തരുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ. അവരൊരുപാട് പേര് ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തയ്യാറായി, സനാതന ധർമ്മം സ്വീകരിക്കാൻ തയ്യാറായി. കുംഭമേളയിൽ സ്ഫോടനം നടത്തുമെന്ന് പറഞ്ഞു, കലാപം നടത്തുമെന്ന് പറഞ്ഞു, അത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞു, യോഗി ആദിത്യനാഥിനെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി എങ്ങാനും കുംഭമേളയ്ക്ക് യോഗി ഇറങ്ങിയാൽ യോഗിയെ പിന്നെ എടുക്കാനുണ്ടാകില്ല എന്നതടക്കം ഈ വിശ്വാസി സമൂഹമാകുന്ന പണ്ഡിതന്മാരിൽ നിന്നും നിലപാടുകളും വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനകളും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എതിർക്കേണ്ടി വന്നത്. ഹജ്ജിനും ഉംറയ്ക്കും ഇവരുടെ ഉറൂസുകൾക്കും പള്ളിയിലെ ഉത്സവങ്ങൾക്കും നബിദിനങ്ങൾക്കും ഒന്നുമില്ലാത്ത ഒരു ഭ്രഷ്ട്, ഒരു ഭയം എന്തിനു കുംഭമേളയ്ക്ക്? അവര് ആഘോഷിക്കുന്നെങ്കിൽ ആഘോഷിച്ചോട്ടെ, അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ എല്ലാ തരത്തിലുള്ള കടിച്ചാൽ പൊട്ടാത്ത അന്ധവിശ്വാസങ്ങളും ഇസ്ലാമിലും ഉണ്ടല്ലോ. പിന്നെ മറ്റത് മാത്രം എന്തോ മോശത്തരമാണ് എന്ന് എടുത്തു പറയാനൊന്നുമില്ല. അതിനേക്കാളേറെ, കാരണം ഇസ്ലാം മതവിശ്വാസികളുടെ കണ്ണിൽ കിടക്കുന്ന കോലാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കിടക്കുന്ന കരടിന്റെ പിന്നാലെ പോകുമ്പോഴാണ് ഇത് പറയേണ്ടി വരുന്നത്. പിന്നെ എന്നെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന, കുംഭമേളയെ സംബന്ധിച്ച് ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ വാർത്ത ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ആരുടെയും തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഈ സ്വതന്ത്ര ഭാരതം. ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. അവരൊരു യുക്തിവാദിയാണ്, അതുകൊണ്ട് അവർ കുംഭമേളയെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഭാരതം എന്ന് ചോദിക്കാൻ എനിക്കൊരു മടിയുമില്ല. മനസ്സിലായോ?
എന്തായിരുന്നാലും യോഗി ആദിത്യനാഥ് നേരിട്ടിറങ്ങുകയാണ് കുംഭമേളയെ നിയന്ത്രിക്കാൻ. കാരണം ടെന്റിന് തീ പിടിച്ച സാഹചര്യത്തിൽ, ഭക്ഷണത്തിൽ ചാരം വാരിയിട്ട സാഹചര്യത്തിൽ ഇനിയും കുശാഗ്ര ബുദ്ധിയുമായി ചില ആളുകൾ കുംഭമേളയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വാർത്തയെ പിന്തുടർന്ന് യോഗി ആദിത്യനാഥ് നേരിട്ടിറങ്ങുകയാണ് പ്രയാഗ്രാജിലേക്ക്. ഇനിയും ചില കളികൾ നേരിട്ടാകാം എന്ന് നേരത്തെ തന്നെ യോഗി പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. യോഗി ആദിത്യനാഥ് ഇപ്പോൾ മഹാകുംഭമേളയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ നേരിട്ടിറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും മുഴുവനായും എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥരോട് വലിയ രീതിയിലുള്ള ചോദ്യശരങ്ങൾ ഉന്നയിക്കുന്നു. ഉദ്യോഗസ്ഥർ യോഗിയുടെ മുന്നിൽ നിന്ന് വിയർക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഉത്തർപ്രദേശ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. എന്തായാലും അവരുടെ വിശ്വാസമാണത്. ഇപ്പം ഹജ്ജിനെ എത്രമാത്രമാണോ ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നതും ഫോളോ ചെയ്യുന്നതും, അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള തീർത്ഥാടനങ്ങളുണ്ട്. അതിനെ അംഗീകരിക്കാൻ വിശാല മനസ്സൊന്നും വേണ്ട. മതേതര ചിന്തയും ഈ ഇന്ത്യയുടെ സുസ്ഥിരത എന്തിന്റെ മേലാണെന്നും ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. യോഗി ആദിത്യനാഥ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതായത് മഹാകുംഭമേളയെ തകർക്കാൻ വിദേശ ശക്തികളും ബാഹ്യശക്തികളും ഖലിസ്ഥാനെ പോലുള്ളവരും ഇടപെടുന്നു. കുംഭമേളയിൽ ബാഹ്യശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തെ തന്നെയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തുവരുന്നത്. നമുക്ക് നേരത്തെ അറിയാം, കുംഭമേളയിലെ ടെന്റുകളെല്ലാം കത്തി 1 കോടി രൂപ നാശനഷ്ടം വന്ന ആ സാഹചര്യത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദ സംഘടന അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. യോഗിയുടെ ചോരയ്ക്കായി ഞങ്ങൾ ദാഹിക്കുന്നു എന്നാണ് ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ പറഞ്ഞത്. പോരാത്തതിന് കുംഭമേളയിൽ നിന്നുണ്ടാകുന്ന വരുമാനം, അതായത് 1.5 ലക്ഷം കോടിയിലേറെ വരുമാനമാണ് ഉത്തർപ്രദേശിന് കിട്ടുന്നത്. മുഴുവൻ ടേൺ ഓവർ 4 ലക്ഷം കോടിയാണ്. നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യങ്ങളെ ഒന്നും ആശ്രയിക്കാതെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു ഫെസ്റ്റിവൽ നമ്മുടെ ആഭ്യന്തര ഉത്പാദനം തന്നെ ഇത് കൂടുമ്പോൾ പല വിദേശ ശക്തികൾക്കും അത് വലിയ രീതിയിലുള്ള അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹാകുംഭത്തിലെ പ്രധാന അമൃത സ്നാന ഉത്സവമായ മൗനി അമാവാസി ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഗമ സ്ഥലത്ത് യോഗി നേരിട്ട് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി നേരിട്ട് സംഗമ സ്ഥലത്തേക്ക് യോഗി നടന്നു നീങ്ങി. കാരണം ഖലിസ്ഥാൻ ഭീകരർ യോഗിയുടെ തലയും കൊണ്ടേ പോകൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ആ തലയുമായി യോഗി നേരിട്ട് കുംഭമേളയിലേക്ക് ഇറങ്ങി. എടുക്കാൻ ധൈര്യമുള്ളവർ വന്നെടുത്തിട്ട് പോട്ടെ എന്ന് ധീരൻ അങ്ങനെയാണ്. ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് യോഗി ആദിത്യനാഥ് വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറയാൻ സാധിക്കുന്നു. ജനക്കൂട്ടത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ എന്ത് ചെയ്തു എന്നാണ് യോഗി ആദിത്യനാഥ് ആദ്യമായി ചോദിച്ചത്. രണ്ടാമത് യോഗി ചോദിച്ചത് എന്ത് അടിയന്തര നടപടികളാണ് നിങ്ങൾ ഇവിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ചത് എന്നാണ്. പോരാത്തതിന് ഫെയർ ഓഫീസർ വിജയ് കിരൺ ആനന്ദ് എന്താണ് അവിടെ നടന്നത് എന്ന് വിശദീകരിച്ചു. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതിലും കഴിയുന്നതിലും വലിയ ആൾക്കാർ അവിടേക്ക് വരികയായിരുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ അവർ പുണ്യപുരാതനമായി കരുതുന്ന സ്നാനത്തിനായി അവർ ലക്ഷക്കണക്കിന് ആൾക്കാർ ബാരിക്കേഡുകൾ തള്ളി ഭക്തർ മുന്നേക്ക് വരികയായിരുന്നു. പിറകിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ മുന്നിലേക്ക് തള്ളുകയായിരുന്നു എന്നാണ് പറയുന്നത് ഫെയർ ഓഫീസർ. പരിക്കേറ്റവരെ ഉടനെ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഞങ്ങൾ വളരെ വലിയ ജാഗ്രത പുലർത്തിയിരുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ് ഇതെന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥിന് വിശദ വിവരങ്ങളാണ് അദ്ദേഹം നൽകിയത്. സംഭവം നടന്ന ഉടൻ ഉത്തർപ്രദേശിൽ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ തുടങ്ങി. മേളയുടെ സെൻട്രൽ ഹോസ്പിറ്റൽ മുതൽ SRN ബെയ്ലി ആശുപത്രികൾ വരെ അതീവ ജാഗ്രതയാണ് യോഗി ആദിത്യനാഥ് നേരിട്ടിറങ്ങി നൽകിയിരിക്കുന്നത്. എല്ലാ ഡോക്ടർമാരെയും ജീവനക്കാരെയും യോഗി നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. DIG വൈഭവ് കൃഷ്ണ സേനയെ കൊണ്ടുവന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ നിയന്ത്രണം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരുന്ന സ്നാനം മൂന്നാമത്തേതും അവസാനത്തേതും അതിവിശിഷ്ടവുമായിട്ടുള്ള അമൃത സ്നാനോത്സവമായിട്ടുള്ള വസന്ത പഞ്ചമിക്ക് ഒരുക്കുന്ന ക്രമീകരണങ്ങൾ യോഗി നേരിട്ടാണ് നടത്തുന്നത്. ആ ക്രമീകരണങ്ങൾ യോഗി വിലയിരുത്തി. ഒരു തരത്തിലും ബാഹ്യശക്തികൾ അതിൽ നുഴഞ്ഞു കയറരുത് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. സ്നാനഘട്ടങ്ങൾ മുതൽ തിരിച്ചു പോകുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരെ സൂക്ഷ്മമായ കണ്ണുകൾ ഉണ്ടായിരിക്കണം, വല വിരിച്ചിരിക്കണം എന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത്. ബാഹ്യശക്തികൾ യോഗിക്ക് അറിയാമായിരുന്നു കുംഭമേള തുടങ്ങുന്നു, അത് പ്രയാഗ്രാജിലാണ്. 144 വർഷങ്ങൾക്ക് ശേഷമാണ് കുംഭമേള തുടങ്ങുന്നത്. ഏതാണ്ട് 40 കോടി ജനങ്ങളാണ് അതിലേക്ക് വരുന്നതെന്നും ആളൊന്നിന് 5000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും, അവർ അത്രയും രൂപ അവിടെ ചിലവഴിച്ചാൽ പോലും കോടികളാണ് സംസ്ഥാന സർക്കാരിന്റെ വരുമാനം എന്നതൊക്കെയുള്ള വിഷയങ്ങൾ യോഗി ആദിത്യനാഥ് ഡിക്ലെയർ ചെയ്തതു മുതൽ ഇസ്ലാം മത പണ്ഡിതന്മാർക്ക് ഇരിക്കപ്പുറുതിയില്ലാതെ എങ്ങനെ കുംഭമേള നിർത്തിവെക്കാം എന്നതിനെ സംബന്ധിച്ച് അവർ റിസർച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവരുണ്ടാക്കിയത്. ഇത്രയും കോടാനുകോടി ജനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിയന്ത്രണ വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല, നിയന്ത്രണാതീതമായി പോകും. കാരണം അത്രയധികം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പോലും. എന്നിട്ട് ടെന്റുകൾ കത്തിയപ്പോൾ അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്ന് പറഞ്ഞ് മതപുരോഹിതർ ആഘോഷിച്ചു. സൂര്യാഘാതമേറ്റ്
ഒരുപാട് ആളുകൾ ഹജ്ജിന്റെ സന്ദർഭത്തിൽ മരിച്ചപ്പോൾ ഹിന്ദുക്കൾ മിണ്ടിയിട്ടില്ല. ലിഫ്റ്റ് തകർന്ന് ഹജ്ജിന് പോയ ആളുകൾ മരണപ്പെട്ടപ്പോൾ ഹിന്ദുക്കൾ ഇതൊന്നും പറഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളെ, ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളെ, ഹിന്ദുക്കളുടെ, കാഫിറുകളുടെ ആഘോഷങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാൻ ഇനിയും വിശ്വാസികൾക്ക് സാധിക്കാതെ പോകുന്നത്? നന്ദി.